വേദിയിലിരിക്കുന്ന സംഘടനാ നേതാക്കൾ, ഏറ്റവും ബഹുമാനമുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏഴ് മണിക്ക് തുടങ്ങണമെന്നാണ് സൂചിപ്പിച്ചത്. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് 1 മണിക്കൂർ നമ്മൾ വൈകിയിട്ടുണ്ട്. എനിക്ക് തിരിച്ച് മൂവാറ്റുപുഴ എത്തേണ്ടതാണ്. അപ്പോൾ ഇന്നൊരു ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് വന്ന് മഗ്‌രിബിന് ശേഷം കഴിഞ്ഞ് വേഗം പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് സമ്മതം കൊടുത്തത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഒന്ന് ഒത്തുകൂടാനും ഒരുമിച്ച് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ, പ്രത്യേകിച്ച് ഈ ആൽഫ ജനറേഷനിലെ കുട്ടികളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുടുംബ സംഗമത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സന്തുഷ്ട കുടുംബം എന്ന വിഷയം സത്യത്തിലൊരു 13-14 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന വളരെ ആഴത്തിൽ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തതാണ്. നമുക്ക് എങ്ങനെ ജീവിക്കാൻ എന്നായിരുന്നു ആ ക്ലാസ്സിൻ്റെ പേര്. നമുക്ക് ജീവിക്കാൻ പഠിക്കാം. അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു, നമുക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടാണോ ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊണ്ടുവന്നത്? അന്ന് അത്തരം ക്ലാസ്സുകൾ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക സാഹചര്യം, അന്നൊരു റിസർച്ച് നടത്തിയിരുന്നു കേരളത്തിൽ എങ്ങോളമൊക്കെ. അതിൻ്റെ ടോപ്പിക്ക് വളരെ രസകരമായിരുന്നു. എത്ര കുടുംബങ്ങളിൽ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു. എത്ര കുടുംബങ്ങളാണ് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അത് മുസ്ലിം കുടുംബങ്ങൾ മാത്രമല്ല, മറ്റുള്ള കുടുംബങ്ങളിലും അതിൻ്റെ സർവേയൊക്കെ നടന്നു പോന്നിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയൊരു റിസൾട്ട് 70 മുതൽ 75% കുടുംബങ്ങളും തകർച്ചയിലാണ് എന്നുള്ളതാണ്. തകർച്ചയിലാണെന്ന് പറയുമ്പോഴേ, നേരത്തെ പറഞ്ഞ സന്തുഷ്ടം എന്ന് പറയുന്ന, സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് നാം പറയുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. വാപ്പയും ഉമ്മയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും മരുമക്കളുമൊക്കെ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു ഓടിട്ട കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നു എന്നല്ലാതെ ജീവിക്കുന്നില്ല. അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? താമസിക്കുന്നു എന്നല്ലാതെ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. താമസിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ജീവിക്കാൻ എന്ത് വേണം? ജീവിക്കാൻ സ്നേഹം വേണം, ജീവിക്കാൻ സന്തോഷം വേണം, സമാധാനം വേണം, അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം, പൈസ വേണം, കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ സന്തോഷമുള്ള കുടുംബം എങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചായിരുന്നു ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നത്. എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക? ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആരോഗ്യമുണ്ടാവണം. അതാണ് അടിസ്ഥാനം. എന്ത് ആരോഗ്യം വേണം? ആരോഗ്യമെന്ന് പറയുമ്പോൾ ആദ്യമായി നമുക്ക് ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ചാണ് ആദ്യമായി മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആരോഗ്യമെന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികമായ ആരോഗ്യവും കൂടെ ഉൾപ്പെടുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള കുടുംബമാണ്. ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ഉള്ള ആളുകൾ നിറഞ്ഞ ഒന്നാണ് സന്തുഷ്ടമായ കുടുംബം എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് 2020 പ്രഖ്യാപിച്ചതാണ്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന ഒരു സ്ഥലമായി മാറുമെന്നുള്ളതാണ്. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ പറ്റും?
ഒരു ലേശം കൂടെ. 2025 ആകുമ്പോഴേക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയായിരിക്കുമെന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ പറയുന്നതെന്ന് അറിയോ? ഹാർട്ട് രോഗികളല്ല, കിഡ്നി രോഗികളല്ല, അല്ലെങ്കിൽ മറ്റുള്ള രോഗികളല്ല, മറിച്ച് ഡിപ്രഷനാണ്. ഇന്നിപ്പോൾ കോട്ടയത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മയും മക്കളും കൂടി കിണറ്റിൽ ചാടി മരിച്ചത്, പുഴയിൽ ചാടി മരിച്ചത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് മാനസികമായ ആരോഗ്യമില്ലായ്മയാണ്. ഇപ്പോൾ കുടുംബത്തോടെയല്ല മരിച്ചു പോകുന്നത്. അതെ, ഒരു വീട്ടിൽ 10 പേരടങ്ങുന്നൊരു 5 പേരടങ്ങുന്നൊരു കുടുംബമാണ് എങ്കിൽ ഒരു കിഡ്നി രോഗി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കിഡ്നി രോഗിയുള്ള ആൾ മാത്രമാണ് പതുക്കെ മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. പക്ഷേ ഒരു ഡിപ്രഷനുള്ള ഒരു രോഗിയുണ്ട് എങ്കിൽ അത് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് മാനസികമായ ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശാരീരികമായ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആരോഗ്യമുള്ള കുടുംബമാണ് സത്യത്തിൽ സന്തോഷമുള്ള കുടുംബം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ കഴിയുന്നത് എന്നാണ്. കുറേ തിയറി പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത്? കുട്ടികളും കൂടി അടങ്ങുന്നതാണല്ലോ സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഉമ്മമാരുണ്ട്, വാപ്പന്മാരുണ്ട്, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഉസ്താദ് ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുആകളിൽ ഒന്നാണ്, സന്തുഷ്ടമായ ഒരു കുടുംബത്തിനാവശ്യമുള്ള ദുആകളിൽ ഒന്നാണ് അത്. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ എന്ന് പറയാവോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബഷീർ മാഷെ, എന്താണ് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഇവിടെയും പറയാം കേട്ടോ, ഇതൊരു ക്ലാസ് ആയതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് മൊബൈൽ അഡിക്ഷനാണ്, അല്ലേ? എവിടെ നോക്കിയാലും മൊബൈൽ അഡിക്ഷനാണ്. കുട്ടികൾ മാത്രമല്ല, കുട്ടികളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ചെറുപ്പക്കാരും മാതാപിതാക്കളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൊബൈൽ അഡിക്ഷൻ ഇന്ന് നമ്മുടെ വീടുകളിൽ വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 2, ലഹരിയുടെ ഉപയോഗമാണ്. എല്ലാ സ്ഥലങ്ങളിലും മാരകമായ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് രണ്ടാമതൊരു പ്രശ്നമാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ ഇന്ന് പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 1-2 മാസമായിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ ഗവൺമെൻറ്റും പൊതുജനങ്ങളും എല്ലാവരും കൂടെ ലഹരിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കുട്ടികളാണ് വഴിതെറ്റിപ്പോയിക്കൊണ്ട്, എത്ര കൊലപാതകങ്ങളാണ് ലഹരി മുഖേന ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ നാം നേരിടുന്ന, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ലഹരിയാണ്. 3ാമത്തത് പ്രേമമാണ്, ലവ് അഫെയർസ്. നമ്മൾ കാണാത്ത ഒരു ലോകം അപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്തു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കണ്ണടച്ച് പാല് കുടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതൊക്കെ അവിടെ നടന്നോട്ടെ, നമ്മൾക്കിങ്ങനെ ആയാൽ മതി എന്നുള്ളതാണ്. പുറത്ത് സഞ്ചരിക്കുന്നവർക്കറിയാം, ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്കറിയാം, മറൈൻ ഡ്രൈവിൽ പോയി നോക്കിയാൽ അറിയാം, നെഹ്റു സ്റ്റേഡിയത്തിൽ പോയി നോക്കിയാൽ അറിയാം. ഇരുട്ടിൻ്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന, ഇരുട്ടിൻ്റെ മറവിൽ മാത്രമല്ല, ഞാൻ ഈ അടുത്ത് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ
പബ്ലിക്കായിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്യുന്ന കോപ്രായത്തരങ്ങൾ, അതിൻ്റെ പേര് ഫ്രണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ബെസ്റ്റി എന്നാണ് ഇപ്പോൾ പറയുന്ന പേര്. ബെസ്റ്റി, ഫ്രണ്ട് അല്ല ബെസ്റ്റി. ഫ്രണ്ടിനേക്കാളും കുറച്ചുകൂടെ കോളേജ് കുട്ടികൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം, നാം ബോധവാന്മാരാകണം എന്നുള്ളതാണ്. ഈ ബെസ്റ്റി എന്ന് പറയുന്ന സുഹൃത്തിനൊപ്പം കഴിയാൻ ഒന്നും തടസ്സമല്ല എന്നുള്ളത്. ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ആളുകളെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥ, അത് ലിവിങ് ടുഗദർ. ഇന്ന് കോളേജിൽ നടക്കുന്നത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോ ഞാനിത് പറയുന്നത് നമ്മളെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ മൂന്ന് സിറ്റികളിൽ ഒരു ദിവസം 200-ലധികം ഗർഭഛിദ്രം നടക്കുന്നുണ്ട്. 16 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ ഒരു ദിവസം, അതിലൊന്ന് കൊച്ചിയാണ്, നമ്മുടെ സംസ്ഥാനത്താണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറന്നു പോകരുത്. 16 വയസ്സിനും 25 വയസ്സിനുമുള്ള കുട്ടികൾ ഒരു ദിവസം 200 ഗർഭഛിദ്രം നടക്കുന്നുണ്ട് എങ്കിൽ എന്ത് തോന്നിവാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക്, മറ്റു ജില്ലകളിലേക്ക് പഠിപ്പിക്കാൻ വിടുന്ന നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച്, ആൺകുട്ടികളെ കുറിച്ച് ബോധമില്ല എങ്കിൽ നാളെ നമുക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം മൊബൈൽ അഡിക്ഷനാണ്, രണ്ടാമത്തത് ലഹരിയാണ്, മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞ ലവ് ഓഫ് ഇയേഴ്സ്. ഒളിച്ചോടി പോവുക, പണ്ടത്തെ ശൈലിയായ ഒളിച്ചോടി പോവുക. ഇപ്പൊ ആരും ഒളിച്ചോടി പോകുന്നില്ല, ഒരുമിച്ച് ജീവിക്കുകയാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലുകളിൽ ഒരുമിച്ച് കഴിയുന്ന അവസ്ഥ. ഇന്ന് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ. കാരണം എന്താ? ഒന്ന് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ലാണ്ടായി പോയി. കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു രസമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന ആ ടൈറ്റിലിന് ആപത്താണ്. നാലാമത്തത് പഠന പ്രശ്നങ്ങളാണ്, കുട്ടികളുടെ പഠനങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ എണ്ണി പറഞ്ഞ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പരിഹാരങ്ങൾ വേണമല്ലോ. അതായത് പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ നാം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ട്. സിംപ്ലിസിറ്റി പാരന്റിങ് എന്നാണ് അതിന്റെ ബുക്കിന്റെ പേര്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ്. കിം ജോൺ പെനിയൻ, ലിസ മോസ് എന്ന് പറയുന്ന രണ്ടുപേരും കൂടി എഴുതിയതാണ്. അതിൽ പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നിങ്ങൾ ഉപദേശം കുറയ്ക്കുക, ഉപദേശം കുറച്ച് മാതൃകയാവുക എന്നുള്ളതാണ്. ഉപദേശം കുറച്ച് മാതൃകയായി. ഉപദേശം ആർക്കും വലഞ്ഞപ്പോ നമ്മുടെ മക്കളോട് പറഞ്ഞ ഉപദേശം കേൾക്കണമെങ്കിൽ അതിനു മുമ്പ് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ പാപ്പയും മക്കളും ഉമ്മയും മക്കളും തമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊക്കെ ജനിക്കുന്ന വളരെ സുന്ദരമായിട്ടാണ്. ആരാണ് അവരെ? സമൂഹമാണ് പലപ്പോഴും അവരെ വൃത്തികേടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ അതിന്റെ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ചൈൽഡ് സൈക്കോളജി, കുട്ടികളുടെ സൈക്കോളജി ഇന്നും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റുപിടിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യങ്ങളുണ്ട്.
പാരന്റ്സിനോട് പറഞ്ഞു എങ്ങനെ എന്താണ് പാരന്റിങ്, കുട്ടികൾ എങ്ങനെ വളർത്തണമെന്നതിനെ കുറിച്ച് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ. ആദ്യത്തെ 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളോടൊപ്പം കളിക്കേണ്ടതുണ്ട് എന്നാണ്. കളിക്കണം. ഇത് ശാസ്ത്രം മുഴുവനും പറയുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ 10 വയസ്സാകുമ്പോ 15 വയസ്സാകുമ്പോ നിങ്ങൾ പറയുന്നത് കേൾക്കണമെങ്കിൽ നിങ്ങൾ കുട്ടികളുമായി കളിച്ച് ചെറുപ്പം മുതലേ നല്ല ബന്ധം ഉണ്ടാകണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കൂട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കളിക്കാൻ ഇഷ്ടമാണ് അവർക്ക്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നപ്പോൾ റസൂലിന്റെ മുതുകത്ത് 2 പേരുണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ ആനയായിട്ട് കളിക്കുന്നതാണ്. നമുക്ക് എന്തായാലും കളിച്ചാൽ അങ്ങനെയെന്ന് ചോദിക്കാൻ. അപ്പൊ കുഞ്ഞുങ്ങളുമായി ചെറുപ്രായം മുതലേ നല്ല ബന്ധം പുലർത്തുക എന്നുള്ള ആദ്യത്തെ 7 വയസ്സുകാലം. പക്ഷെ എവിടെ നമുക്ക് നേരമുള്ളത്? ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെ, വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വാപ്പമാർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഞാൻ അടക്കമുള്ള ശരിയല്ലേ? യാഥാർത്ഥ്യമല്ലേ? എനിക്ക് 10 മക്കളുണ്ടായ റസൂലെ, പക്ഷെ ഇന്ന് വരെ ആരെയും ചുംബിച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ കുഞ്ഞുമക്കളെ ചുംബിക്കുന്നത് കണ്ടിട്ട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ കുറച്ചു സമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് പോലെ എല്ലാ കുട്ടികളും വളരുക എന്നുള്ളതാണ്. ആദ്യത്തെ 7 വയസ്സുകാരുടെ കുട്ടികളോടൊപ്പം കളിക്കാൻ 24 മണിക്കൂർ കളിക്കല്ല. അവരോടൊപ്പം കുറച്ചു സമയം അവരുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിനോട് ചേർക്കാൻ, ആ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത്. അടുത്ത 7 വർഷക്കാലം പറയുന്നു, അടുത്ത 7 വർഷക്കാലമാണ് നിങ്ങൾ നല്ല സ്വഭാവങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത് 10 വയസ്സ് വരെ അത് സ്ഥിരമായി നിസ്കരിക്കുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കണം. എല്ലാ നല്ല ശീലങ്ങളും പഠിപ്പിക്കേണ്ടത് ആ 7 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. അപ്പോ നിസ്കരിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് പറയുന്നതെങ്കിൽ അവനത് കേൾക്കും. ആ അടുത്ത കൂട്ടുകാരനാകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 7 വർഷക്കാലം നാം കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ പറയുന്നത്. 14 വയസ്സിന് ശേഷമുള്ള 7 വർഷക്കാലം പറയുന്നു, നിങ്ങൾ മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാവുക. അത് തന്നെയാണ് ചൈൽഡ് സൈക്കോളജി ഇപ്പോഴും പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഒരു മകന്, പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന അടുപ്പമുള്ള ഒരു വാപ്പ വീട്ടിലുണ്ടെങ്കിൽ, ഒരു മകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും അടുത്തതായി പറയാൻ പറ്റുന്ന ഒരു ഉമ്മ അവൾക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആകും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുമായി ചെറുപ്രായത്തിൽ നല്ല ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അപ്പൊ നാല് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന് മൊബൈൽ അഡിക്ഷൻ ആണ്. എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക? സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ നിർബന്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നാം മാതൃകയാകണം എന്നുള്ളതാണ്. എങ്ങനെ മാതൃകയാകുക? നമ്മളും ആവശ്യത്തിന് മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2-3 നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മക്കളോട് വയ്ക്കാം. ഒന്ന്, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറയാം. 2, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യും? അതൊരു ലൂയിസൻസ് ആയി ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോ നോക്കിയാലും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. ആ മൊബൈൽ ഉപയോഗിക്കാൻ ആവശ്യമായ
ഉപയോഗം തടയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം, നമ്മൾ മാതൃകയാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ സ്ക്രീൻ ടൈമിംഗ് ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് മൊബൈൽ കൊടുക്കേണ്ട സമയത്തെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. എത്ര മണിക്കൂർ 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്ന് നിയമം പാസാക്കിയ ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഓസ്ട്രേലിയ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എത്ര സമയം ഉപയോഗിക്കാം? അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ. അതെങ്ങനെയാണ് പാലിക്കപ്പെടാൻ കഴിയുക? കുട്ടികളുമായി കൃത്യമായി ചർച്ച ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തേണ്ടതുണ്ട്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തത്, ഇന്ന് മൊബൈൽ കയ്യിലില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് മക്കളുടെ അവലോകനം. അങ്ങനെയല്ലേ? മൊബൈൽ ഇല്ല, മൊബൈലിൽ പിന്നെന്താ ചെയ്യുക? അതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. Providing alternatives than mobile. മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല നല്ല കളികൾ അവർക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം, വായനയെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ ബുക്കിന്റെ കാര്യം, ഉപദേശം കുറയ്ക്കുക, മാതൃകകളാവുക എന്നുള്ളത്. ഉപദേശം കൊടുക്കുക, മാതൃകകളാവുക. അപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്. മൊബൈൽ ഉപയോഗം എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നതിനെ കുറിച്ച് നാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുമായി ഒരു ടൈറ്റേബിളൊക്കെ വേണമെങ്കിൽ തയ്യാറാക്കാം. എല്ലാവരും സക്സസ് ആവണമെന്നില്ല, പക്ഷെ 1-2 കാര്യങ്ങൾ നിശ്ചിതമായി നിങ്ങൾക്ക് സ്ട്രിക്റ്റ് കൊണ്ടുവരാൻ കഴിയും, നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എത്ര മുതിർന്ന കുട്ടികളാണ് എങ്കിലും രാത്രി 9 മണിക്ക് ശേഷം മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് നിർബന്ധമായിട്ട് പറയാം. പറയാലോ? കാരണം രാത്രിയാണ് മൊബൈൽ ഉപയോഗം കൂടുതൽ. രാത്രിയാണ് എല്ലാ സൗകര്യങ്ങളും മൊബൈലിൽ കൊടുക്കുന്നത്. നെറ്റ് ഫ്രീ ആയി കൊടുക്കുന്ന രാത്രികളാണ്. അപ്പൊ കൂടുതൽ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അത് നമ്മുടെ കുട്ടികളെ പലപ്പോഴും വഴിതെറ്റിലേക്ക് സഹായിക്കുമെന്നുള്ളതാണ്. ഈ അടുത്ത് ഇസ്രായേലില് ഒരു സർവേ നടത്തി. ഏറ്റവും കൂടുതൽ സുബഹിക്ക് പള്ളിയിൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ എവിടെയാണ് എന്ന് അവര് കണ്ടുപിടിച്ചുകൊണ്ട് ആ ഭാഗത്ത് ഇന്റർനെറ്റ് ഫ്രീ ആയി ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ തന്ത്രങ്ങൾ സുബഹിക്ക് വരുന്ന ഒരു ജനക്കൂട്ടം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ആപത്തുണ്ടാവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുണ്ടായി. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് അവർ വഴിതെറ്റിക്കാൻ വേണ്ടി ആ വരുന്ന പള്ളിയുടെ പരിസരങ്ങളിൽ ഇന്റർനെറ്റ് ഫ്രീ ആക്കി കൊടുക്കുകയും രാത്രികാലങ്ങളിൽ കുട്ടികൾ അതിനടിമപ്പെടുകയും അങ്ങനെ പള്ളിയിൽ വരാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നതാണ് അടുത്ത കാലത്തുണ്ടായതാണ്. അപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ ഒരു കാരണവശാലും 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9:30 ശേഷം മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് വാപ്പാക്ക് പറയാൻ പറ്റണം. നമ്മുടെ വീട്ടിൽ 3 മൊബൈൽ 9 മണിക്ക് ശേഷം അത് ഉപയോഗിക്കണം. വളരെ അത്യാവശ്യമുള്ള മൊബൈൽ മാത്രം ഉപയോഗിക്കണം. നേരത്തെ എഴുന്നേൽക്കാൻ പറയും. രാത്രി 6 മൊബൈൽ ഉപയോഗിച്ച് കിടന്നാലും സുബഹി കഥാവാണെന്ന് എഴുന്നേൽക്കാറുണ്ട്. 11 മണി 12 മണി വരെ ഒരാൾ മൊബൈൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം, തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും രാവിലെ എഴുന്നേൽക്കാൻ പറ്റാറില്ല. അപ്പൊ മൊബൈൽ അഡിക്ഷൻ എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതിനെ കുറിച്ച്, അതിന്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും നാം അതിന് തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ കുടുംബത്തിൽ അവരുടെ പ്രശ്നം ലഘൂകരിക്കപ്പെടുകയുള്ളൂ. കുട്ടികളോട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് നോക്കിയിരുന്ന കാര്യമില്ല. അപ്പൊ ഒരു കുടുംബത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യമാണ്. അതിന്റെ ആരോഗ്യമില്ലായ്മയിൽ ഒരു കാരണമാണ് അനാവശ്യമായിട്ടുള്ള മൊബൈൽ ഉപയോഗം. രണ്ടാമത് ഞാൻ പറയുന്നത് ഡ്രഗ് അബ്യൂസ് ആണ്. ഇത് ലഹരി കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക? നമ്മുടെ മക്കളുമായി എന്നും സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണമെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് 7 മണിക്ക് ശേഷം, 1000-ന് ശേഷം എത്ര വലിയ കുട്ടിയായിരുന്നാലും ആ
പ്രശ്നങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നുള്ളത്. ഈ കാലം അത്ര നല്ലതൊന്നുമല്ല. എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഈ സന്ധ്യ സമയത്താണ്, രാത്രി സമയത്താണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന മോനായാലും ശരി, അതിനപ്പുറത്ത് പഠിക്കുന്ന മോനായാലും ശരി, വാപ്പമാരെയും ഉമ്മമാരൊക്കെ ചങ്കൂറ്റുള്ളോടത്തോളം കാലം ആവശ്യത്തിന് മാത്രമേ അത്തരം സമയങ്ങളിൽ കുട്ടികളെ പുറത്തുവിടാൻ പാടുള്ളൂ. ചില കാര്യങ്ങൾ കർശനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും കർശനമായിട്ട് ഒരു ഹിറ്റ്ലറായി മാറാനല്ല പിതാവിനോട് പറയുന്നത്. കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് കുട്ടികളുമായി നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നതാണ്. മൂന്നാമത്തത്, 11 മണിക്ക് മുമ്പേ നമ്മുടെ കുടുംബങ്ങളിൽ ലേറ്റ് ആകണം, അല്ലെങ്കിൽ 10:30 മണിക്ക് കിടക്കാൻ പറ്റും. എത്ര കുടുംബങ്ങളിൽ കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വീടുകളിലും കുട്ടികളുള്ള വീടുകളിൽ എപ്പോഴാണ് ലേറ്റ് അടയുന്നത്? അതിനൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്, കുറച്ചൊക്കെ മാറ്റം വരുത്തണം. അതൊക്കെ വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. നേരത്തെ കിടന്നാൽ മാത്രമേ നേരത്തെ എഴുന്നേൽക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇശാന് മുമ്പേ ഭക്ഷണം കഴിച്ചു പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കെടുക്കുക, എത്രയും പെട്ടെന്ന് നേരത്തെ എഴുന്നേൽക്കുക. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ തടയുന്നതാണ്. അപ്പൊ കുടുംബത്തിന്റെ ആരോഗ്യം എന്നത് മനസ്സമാധാനമാണ്. ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഞാനടക്കമുള്ള വാപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുമായി സംവദിക്കാൻ പലപ്പോഴും നമുക്ക് നേരം കിട്ടാറില്ല. അതിങ്ങനെ കുട്ടികൾ വലുതാവുന്നതോറും അവരുമായിട്ടുള്ള കൂട്ടുകൂടൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു അവസ്ഥ ഒന്ന് മാറ്റിയെടുത്താൽ മതി, പല പരിഹാരങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പൊ ഡ്രഗ് അബ്യൂസിന്റെ വിഷയമാണ്. അതിലൊന്ന്, ആരാണ് അവന്റെ കൂട്ടുകാരെന്ന് നാം അറിയേണ്ടതുണ്ട്. കൂട്ടുകാർ ആരാണ്? ആ കൂട്ടുകാരുടെ സ്വഭാവം എന്താണ്? പലപ്പോഴും കൂട്ടുകാരായിരിക്കും അവനെ ചകിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുണ്ടാകാൻ പാടില്ല. ഞാൻ നിർത്തുകയാണ്. 8:30 വരെ എന്നോട് സമയം പറഞ്ഞു. അപ്പോ നാം ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാകുന്നത്. ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന ബന്ധം അത് അവസാന കാലം വരെ നല്ല നിലയിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു ബന്ധമാക്കി വാപ്പയും ഉമ്മയും മക്കളും വളർത്തിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വീട്ടിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം അത് ഊഷ്മളമാണ്. കുട്ടികളെ മുമ്പിൽ വെച്ചൊരു കാരണവശാലും മാതാപിതാക്കൾ തല്ലുകൂടാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, പരസ്പരം ദേഷ്യപ്പെടുത്താം. അതൊക്കെ വാതിലടച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് അത്തരം പ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ സൗഹാർദ്ദം നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കാരണവശാലും നുണ പറയാൻ പാടില്ല. വീട്ടിലായിട്ട് ഫോണിൽ വിളിക്കുമ്പോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മീറ്റിംഗിലാണെന്ന് പറയും എന്ന് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അത്തരം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തേണ്ടത്. ആരാണെന്നത് നമ്മുടെ കൂട്ടുകാർ, കുട്ടിയുടെ കൂട്ടുകാർ. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, കുട്ടിയുടെ കൂട്ടുകാർ ആരാണെന്ന് പറയൂ, എങ്കിൽ ഞാൻ കുട്ടിയുടെ സ്വഭാവം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നതാണ്. ആ കൂട്ടുകാരായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികളെ അനാവശ്യമായ സൗഹൃദത്തിന്റെ പേരിൽ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ സൗഹൃദമായ അന്തരീക്ഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിന്റെ നമ്മുടെ വാപ്പയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് കൃത്യമായ വിവരം ഉണ്ടാകണം. എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വാപ്പയാകരുത്, എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാകരുത്. വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രാരാബ്ദങ്ങളുണ്ടെങ്കിൽ അത് മക്കളും കൂടെ അറിഞ്ഞ് അവരിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പല പ്രശ്നങ്ങളും പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.
ഞാനടക്കമുള്ള എല്ലാവരും എങ്ങനെയാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാകാൻ പറ്റണമെന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ശാരീരികമായ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ഏതാ നല്ല ഭക്ഷണം? ഹലാലായ ഭക്ഷണം. ആരെയും പറ്റിക്കാതെ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഹലാലായ ഭക്ഷണം. പലിശയുടെ കൂടില്ലാത്ത ഭക്ഷണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഹറാമായി പോകുന്നത്? നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതിൽ ഒരു കാര്യം ഹറാമായ ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഹലാലായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുടുംബത്തിനും കൊടുക്കാൻ പാടുള്ളൂ. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം, അതിലൊന്നാണ് ഹലാലായ ഭക്ഷണം. രണ്ട്, ആവശ്യമില്ലാത്ത കുഴിമന്തി പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമെങ്കിൽ, ഇന്നൊരു ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെയാണ് ആളുകൾ കൂടുതൽ. പലപ്പോഴും നമ്മുടെ ശരീരത്തെ കൊന്നുകളയുന്നതിന് തുല്യമാണ്. കോടികളുടെ ആസ്തിയുള്ളവരാണ് നമ്മളൊക്കെ, മനസ്സിലായില്ലേ? കോടികളുടെ ആസ്തിയുള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും വായിക്കൊണ്ട് ഞാൻ പറഞ്ഞ ആ വലത്തെ കയ്യിൽ നിൽക്കുന്ന ഞാൻ ഒരു 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞല്ലോ, തരൂലല്ലോ. ഒരു കിഡ്നി മാറ്റി വയ്ക്കാൻ, ഒരു കിഡ്നി മാറ്റി 75 മുതൽ 80 ലക്ഷം രൂപ ഇന്ന് ചെലവ് ഇല്ലേ? 2000-ലാണ് ആദ്യമായി ഹൃദയം മാറ്റി വെച്ചത്. 5 വർഷം ഗ്യാരണ്ടിയുള്ള ഹൃദയത്തിന്റെ വില എത്രയെന്നറിയോ? 5 കോടി രൂപയാണ്. അപ്പൊ 60 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ വില എത്രയാണ്? ഒരു കിഡ്നി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. 10 ലക്ഷത്തോളം അരിപ്പുകളാണ് ഒരു കിഡ്നിയിലുള്ളത്. 10 ലക്ഷത്തോളം അരിപ്പുകളാണ് ഒരു ചെറിയ കിഡ്നിയിലുള്ളത്. ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ അരിപ്പകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്, ഇല്ലാതായി പോകുന്നു. അങ്ങനെ 75% അരിപ്പകളും തകർന്നു പോകുമ്പോഴാണ് കിഡ്നി രോഗം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതുവരെ മനസ്സിലാവുന്നത് നമ്മുടെ ഓരോ അവയവവും. നിങ്ങളിപ്പോ കണ്ണ് ചിമ്മുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ 20 പ്രാവശ്യം നമ്മളെ കണ്ണ് ചിമ്മുന്നുണ്ട്. സൗകര്യമുള്ളപ്പോ നോക്കാം, ഇപ്പൊ നോക്കണ്ട. ഒരു മിനിറ്റിൽ 20 പ്രാവശ്യം. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഉണ്ടാവും? ഒരു പ്രാവശ്യം, ഒരു മിനിറ്റിൽ 20 പ്രാവശ്യം. അത് കണക്കൂട്ടിയാൽ മതി. അങ്ങനെ വരുമ്പോ ഒരു ദിവസം 24 മണിക്കൂർ എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണ് ചിമ്മുന്നുണ്ട്? എന്തിനാ കണ്ണ് ചിമ്മുന്നത്? കണ്ണിന്റെ ഉള്ളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഒരു സുഷിരത്തിലൂടെ കണ്ണ് നനയ്ക്കാനുള്ള ദ്രാവകം വരുന്നുണ്ട്. ആ ദ്രാവകത്തെ കണ്ണിന്റെ എല്ലായിടത്തേക്കും എത്തിക്കാനാണ് കണ്ണ് ചിമ്മുന്നത്. മനസ്സിലായില്ലേ? ഈ കണ്ണകാലം ഒരു ദിവസം ചിമ്മാതിരുന്നാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതാണ്. ഒരു കണ്ണ് മാറ്റി വയ്ക്കാൻ എത്ര? ഈ കണ്ണാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് മൊബൈൽ നോക്കിക്കളയുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ആ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നും തന്നെ കൊടുക്കാതിരിക്കാൻ നമ്മുടെ വീടുകളിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വെക്കാൻ പറ്റണം. അപ്പൊ ശരീരത്തിന് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക. എല്ലാ ദിവസവും ഇറച്ചി മീനും അല്ലാതെ പയറും പച്ചക്കറികളും പരിപ്പ് വർഗ്ഗവും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക. വരുണ്ടാക്കിക്കോളൂ. അപ്പൊ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുക. നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക. മാനസികമായ ആരോഗ്യം, നല്ല സമാധാനമുള്ള വർത്തമാനങ്ങൾ, നല്ല സമാധാനമുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കുക. അപ്പോഴാണ് ആരോഗ്യമുള്ള ഒരു പറ്റും ആളുകൾ അടങ്ങി വരുന്ന കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് സന്തോഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നാം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഇത്തരം സദസ്സുകളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് കേട്ട് പറഞ്ഞു കളയാനുള്ളതല്ല, മറിച്ച് അത് കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, നാം മുഖേന ഒരു വ്യക്തി നല്ല രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, സന്തോഷത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബം സന്തോഷമാകുന്നെങ്കിൽ അതിൽ വേറെ എന്താണ് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കുക എന്നതാണ്. ആരോഗ്യമുള്ള ജീവിതമാക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകും. പൂർണ്ണത എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. മനുഷ്യന്മാർക്ക് പൂർണ്ണതയില്ലല്ലോ, അല്ലാഹുവിന് മാത്രം. പക്ഷെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്.
മക്കളുമായി, മാതാപിതാക്കളുമായി, നമ്മുടെ മാതാപിതാക്കളോട് നാം എങ്ങനെ സ്നേഹപ്പെട്ടിരിക്കുന്നോ, കടപ്പെട്ടിരിക്കുന്നോ, അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ നമ്മോട് കടപ്പെടുക. ഞാൻ പാരന്റ് മീറ്റിംഗിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ഒറ്റമൂലി ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ നന്നാവുക എന്നുള്ളത്. നമ്മൾ മാതൃകയാവുക. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതാണ്. ഇതൊക്കെ ലിങ്ക്ഡാണ്, ഒക്കെ ലിങ്ക്ഡാണ്. നമ്മുടെ മാതാപിതാക്കളെ, ഉമ്മയെ, വാപ്പയെ, സഹോദരന്മാരെ എങ്ങനെയാണ് നമുക്ക് പരിഗണിക്കുന്നത്, അതുപോലെ തന്നെയാണ് വലുതാകുമ്പോഴും നമ്മളെയൊക്കെ നമ്മുടെ മക്കൾ പരിഗണിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ള ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. നല്ല മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മക്കൾ നമ്മുടേതല്ല, നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അത് അല്ലാഹുവിന്റേതാണ്. ഞാനും എന്റെ ഭാര്യയും ബാപ്പയും ഉമ്മയും ആ മക്കളിൽ ലോകത്തേക്ക് വരുവാൻ ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ? ഇതൊക്കെ അല്ലാഹുവിന്റെ മക്കളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മക്കളായ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിലേക്ക് വളരുക, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. ഏത് ശത്രുവിന്റെ ശത്രുതയിലും ഇല്ലാതാക്കാൻ മാർഗം പറയുന്നത് അല്ലാഹുവിനോട് അടുക്കുക എന്നതാണ്. അല്ലാഹുവിനോട് അടുക്കുന്നതോറും എല്ലാ ശത്രുക്കളും ഇല്ലാതായി വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബ ജീവിതത്തെ എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.